ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്, പിസ്ത ഡ്രിങ്ക്. ഇത് കൂടുതൽ ആളുകൾക്കും തയ്യാറാക്കാൻ അറിയാം, പക്ഷേ ചില ആളുകൾക്കൊന്നും ഇത് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ കസ്കസ് ഞാൻ വെള്ളത്തിൽ കുതിരാൻ വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് വരെ നമുക്കിത് കുതിരാൻ വേണ്ടി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായത് ആപ്പിള്, അതുപോലെ തന്നെ അനാറും കൂടിയാണ്. അപ്പോൾ ആപ്പിൾ നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് ചേർക്കാൻ നേരം മാത്രം കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചുവപ്പ് നിറമാവും. അനാറ് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പാലിൻ്റെ അതേ അളവിൽ തന്നെ ഞാൻ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിങ്കിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ ഇതിൽ പിന്നെ മധുരത്തിൻ്റെ ആവശ്യം ഇല്ല. പക്ഷേ ഞാനൊരു 1/4 കപ്പ് അളവിലാണ് ഇതിൽ ചേർത്തത്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ബാക്കി മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയൊക്കെ നന്നായിട്ട് പാലിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പിസ്ത എസൻസ് ആണ്. ഇതൊരു 5-6 തുള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് മിക്സാക്കിയതിന് ശേഷം ലൈറ്റ് ഗ്രീൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി കളറ് വേണമെന്നുള്ളവർക്ക് 2 തുള്ളി കൂടി എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുതിരാൻ വേണ്ടി വെച്ച കസ്കസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രൂട്ട്സൊക്കെ ചേർക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രമേ ചേർക്കാവൂ. ഒന്ന് ഇതിലേക്ക് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ആപ്പിളിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും മതി, മുഴുവനായിട്ട് എടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ അനാറ് ഒന്ന് മുഴുവനായിട്ട് വേണ്ട, അതിൻ്റെ പകുതി മാത്രം മതി. നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് ഫ്രൂട്ട്സിൻ്റെ അളവും കൂട്ടിയാലും കുറച്ചാലും മതി. നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം. അപ്പോഴാണ് ഡ്രിങ്കിനൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സ് ചേർക്കുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ട് ചേർക്കരുത്, വളരെ കുറച്ച് തന്നെ ചേർക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് കൂടുതൽ തണുപ്പില്ലെങ്കിൽ ഒന്ന് തണുപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഐസ് ക്യൂബൊക്കെ ചേർക്കാവുന്നതാണ്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. വീട്ടിലെ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന ഡ്രിങ്കാണിത്. വളരെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് അനാറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ ബദാം ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. നട്ട്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഏതായാലും കുഴപ്പമില്ല. ഞാൻ ബദാം ഉള്ളത് കൊണ്ട് അത് ചേർത്തുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.
ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.